എനിക്കൊരു ചോദ്യം സമീർ ഭായിയോട് ചോദിക്കാനുള്ളത്, ഈ ഇത്രയും കേസുകൾ വർദ്ധിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഈ ഇത്രയും അധികം ലഹരിയോടുള്ള ഒരു ആഭിമുഖ്യം അല്ലെങ്കിൽ ആസക്തി വർദ്ധിച്ചു വരാനുള്ള കാരണങ്ങൾ എന്തായിട്ടാണ് തോന്നിയിട്ടുള്ളത് ഈ പല കേസുകളും പഠിക്കുമ്പോൾ? പലരും നമ്മൾ പറയാറുണ്ട് ആൻസൈറ്റി, ഉത്കണ്ഠയാണ്, ജിജ്ഞാസയാണ്, കൗമാരത്തിന്റെ തുടിപ്പാണ്, ഹോർമോൺ വ്യതിയാനമുള്ള പ്രായത്തിൽ ചിന്തകൾക്കപ്പുറത്തേക്ക് ആകാശത്തിലെ പറവുകളെ പോലെ ഉയർന്നു പറക്കാൻ ആഗ്രഹിക്കുന്ന വെമ്പൽ കൊള്ളുന്ന മനസ്സാണ്, പരീക്ഷണത്തോടുള്ള താല്പര്യമാണ്, എന്തുമറിയാനുള്ള ആവേശമാണ്. ഇങ്ങനെയൊക്കെ യുവത്വത്തെ നമ്മൾ പലപ്പോഴും പറയാറുണ്ടെങ്കിലും ഇത് മാത്രമായി ഒതുങ്ങി നിൽക്കുന്നുവോ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കില്ല. ഒരുപാട് ഘടകങ്ങൾ ഇതിൽ ചേർന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പുത്തൻ പരീക്ഷണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ കമ്പാരിസൺ ചെയ്യുമ്പോൾ പഴയ തലമുറയിൽ നിന്നും പുതിയ തലമുറയിലേക്കുള്ള കമ്പാരിസൺ ചെയ്യുമ്പോൾ ഒരു വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ ആദ്യം പറഞ്ഞ മാറ്റങ്ങൾക്ക് ഉപരിയായി ആഗോളവൽക്കരണത്തിലൂടെ സാമ്പത്തികമായിട്ടുള്ള പല കാര്യങ്ങളിലൂടെയൊക്കെയുള്ള മാറ്റങ്ങൾ രാജ്യത്തും ലോകത്തും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന്റെയൊക്കെ സ്വാഭാവികമായിട്ടുള്ള സ്വാധീനങ്ങളും കുട്ടികളുടെ ചിന്തകളെയും എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഏത് രീതിയിൽ ചെയ്യണം എന്നുള്ളതൊക്കെ പലപ്പോഴും ഒരു മറ്റുള്ളവർ നിർദ്ദേശിക്കുന്ന രീതിയിലേക്കുള്ള സ്വാധീനവും ഇന്നത്തെ യുവതലമുറയിലേക്ക് വരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ് ഇത് വർദ്ധിക്കാനിടയാവുന്ന സാഹചര്യം. കുടുംബാന്തരീക്ഷത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോ ഞാൻ മദ്യപിക്കുന്ന ഒരാളാണെങ്കിൽ എന്റെ മക്കളോട് എനിക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല ഇത് കുടിക്കാൻ പാടില്ല. ഞാൻ സിഗരറ്റ് വലിക്കുന്ന ഒരാളാണെങ്കിൽ എനിക്ക് പറയാൻ സാധിക്കില്ല. അപ്പൊ അവിടെ നമ്മുടെ ഗൃഹാന്തരീക്ഷം ശുദ്ധീകരിക്കുക എന്നുള്ളത് നമ്മൾ ഏറ്റവും മനോഹരമായ മെന്റർ, നമ്മുടെ മക്കൾക്ക് ഒരു റോൾ മോഡൽ ആവുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മക്കളുടെ മനസ്സിന്റെ അഗാധമായ ആഴങ്ങളിൽ തീർച്ചയായിട്ടും ഒരു വിത്ത് പാകാൻ നമുക്ക് സാധിക്കും. ഇത്തരം വിത്തുപാകലിലൂടെ അവന്റെ ചിന്തകളെ അച്ഛൻ, അമ്മ, കുടുംബം ആ രീതിയിലേക്ക് പോകുമ്പോൾ ഒരു പോസിറ്റീവ് ചിന്താഗതികൾ അവനിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. നമ്മൾക്കിപ്പോ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ പലപ്പോഴും പറയാറുണ്ട്, കൗമാരത്തെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ പറയാറ്. ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇന്ന് പിടിക്കപ്പെടുന്ന കേസുകളൊക്കെ നേരത്തെ മാം സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരത്തെ പ്രശ്നങ്ങളായി കഴിഞ്ഞാലും, ഹൈദരാബാദിൽ 23 വയസ്സുകാരിയെ പ്രിയപ്പെട്ട ഡോക്ടറെ മണ്ണെണ്ണ ഒഴിച്ച് കടലാസ് കത്തിക്കുന്ന പോലെ കത്തിച്ചു കഴിഞ്ഞാലും, കഴിഞ്ഞ കേരളത്തിലെ സംഭവങ്ങളിൽ പ്രിയപ്പെട്ട സഹപാഠി കഴുത്തറുത്തുകൊണ്ട് പ്രിയപ്പെട്ട ഒന്നിച്ചു പഠിച്ച ചെറുപ്പക്കാരിയെ കൊല്ലുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കാണുമ്പോൾ, അതിന്റെയൊക്കെ പല കേസുകൾ ഇപ്പോൾ വർത്തമാനകാല കേരളത്തിൽ നടക്കുന്ന കേസുകൾ റീസെന്റ് ആയിട്ട് എടുക്കുമ്പോഴൊക്കെ അതിലൊക്കെ ലഹരിയുടെ ഒരു വല്ലാത്തൊരു പിടിമുറുക്കം നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഒതുക്കാൻ കഴിയില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോകത്ത് സാമ്പത്തിക ആഗോളവൽക്കരണത്തിലൂടെ സംഭവിച്ച മാറ്റങ്ങളിലൂടെ പുതിയ ചിന്താഗതികൾ, പുത്തൻ രീതികളൊക്കെ ഇന്നത്തെ തലമുറയിലെ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായ ഒരു തീരുമാനത്തിൽ എത്തുക എന്നതിനപ്പുറത്തേക്ക് മറ്റാരൊക്കെയോ നിയന്ത്രിക്കുന്ന രേഖകളിലേക്ക്, ലോകത്തേക്ക് അവരെ കൊണ്ടുപോകുന്നു. ഒപ്പം കൗമാരക്കാരെ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ഇതിൽ വീണു പോകുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ചേർത്ത് വായിക്കാം, ആ പ്രായം എന്ന് പറയുന്നത് പട്ടങ്ങളെ പോലെ ഉയർന്നു പറക്കാൻ വെമ്പൽ കൊള്ളുന്ന ഒരു പ്രായമാണ് ഈ കൗമാര പ്രായം എന്ന് പറയുന്നത്. ആ സമയത്ത് ശരിക്കും ഞാൻ പറയാറുണ്ട്, കുട്ടികളെ പ്രത്യേകിച്ച് രക്ഷിതാക്കളോട് പറയാറുണ്ട്, മുലയൂട്ടുന്ന പ്രായത്തില് ഒരമ്മ മാറോട് ചേർത്ത് പിടിച്ച് എങ്ങനെ സംരക്ഷിച്ചു അതുപോലെ സംരക്ഷിക്കേണ്ട പ്രായമാണ് കൗമാര കാലഘട്ടം. ഹോർമോൺ വ്യതിയാനമുള്ള ഈ കാലഘട്ടത്തില് ജിജ്ഞാസയും പരീക്ഷണങ്ങളും ഒപ്പം അവരുടെ റോൾ മോഡൽ ബോളിവുഡും ഹോളിവുഡും മോളിവുഡും ഒക്കെ ആവുമ്പോൾ യഥാർത്ഥ രീതികളിലുള്ള പച്ചയ ജീവിത യാഥാർത്ഥ്യത്തിൽ നിന്നും നമ്മുടെ കുട്ടികൾ പലപ്പോഴും വഴുതി പോകുന്നു എന്നുള്ളത് ഒരു വലിയ വസ്തുതയാണ്. അപ്പൊ അവിടെ ഒരു വലിയ പങ്കുണ്ട്. നേരത്തെ രക്ഷിതാക്കന്മാർക്കുള്ള പങ്ക്, സൊസൈറ്റിക്കുള്ള പങ്കും ഒക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോ അവിടെ സർഗാത്മകമായ കഴിവുകൾ വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് വിമുക്തി മിഷൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിത്രരചനയിലൂടെ, കവിതയിലൂടെ, സംഗീതത്തിലൂടെ, സംഗീത മത്സരങ്ങളിലൂടെ, എഴുത്തിലൂടെ, സാമൂഹ്യ സേവനത്തിലൂടെ, അറിവിലൂടെ, തിരിച്ചറിവിലൂടെ ചിന്താധാരകൾ ഉണർത്തിക്കൊണ്ട് യഥാർത്ഥ ലഹരി നുണയുവാൻ അവരെ പാകപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള മനോഹരമായ പദ്ധതികളുമായിട്ട് നമ്മൾ ഇന്ന് വിമുക്തി മിഷൻ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. കുട്ടികളെ നമ്മൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവന്റെ പ്രായം, അവരുടെ പ്രായം, ഹോർമോൺ വ്യതിയാനങ്ങൾ, സ്വാഭാവികമായിട്ടും ശരീരത്തിന്റെയും മനസ്സിന്റെയും നിയന്ത്രണങ്ങൾക്കപ്പുറത്തേക്ക് പോവാൻ പല സ്വാധീനങ്ങളും വർത്തമാന കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പരസ്യങ്ങളിലൂടെ, സിനിമകളിലൂടെ, മറ്റ് സിനിമകളിലെ മറ്റ് ചിത്രങ്ങളിലൂടെ ഇതൊക്കെ കുട്ടിയുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് ഒരു പരിധിവരെ കടക്കുമ്പോഴും ഞാൻ എടുത്ത് പറയാറുണ്ട്, നമ്മുടെ രക്ഷിതാക്കന്മാർ മികച്ച ശിക്ഷണത്വം നൽകുന്ന ഒരു കുടുംബാന്തരീക്ഷം ഉണ്ടെങ്കിൽ അവിടെ വളർന്നു പന്തിരിക്കുന്ന കുട്ടികൾക്ക് പുറം ലോകത്തുള്ള സമ്മർദ്ദങ്ങളെ അതിസമർത്ഥമായിട്ട് തരണം ചെയ്യാൻ സാധിക്കും.
എന്നാൽ കുടുംബാന്തരീക്ഷം ശിഥിലമാണെങ്കിൽ അച്ഛനും അമ്മയും കുടുംബവും ഒക്കെ തമ്മിൽ അപ്പം ശിഥിലമായി കൊണ്ടിരിക്കുന്ന ഒരു വേളയിൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ലഹരിയിലേക്കുള്ള ആസക്തി അല്ലെങ്കിൽ ലഹരിയിലേക്ക് പോകാനുള്ള ടെൻഡൻസി കൂടും. അവന്റെ ഉള്ളില് അവൻ യഥാർത്ഥ സ്നേഹം, അവന് പരിഗണന അതൊക്കെ കൊടുക്കേണ്ട സമയത്ത് നമ്മൾ കൊടുക്കാതെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച് കഴിഞ്ഞാൽ അവൻ മറ്റൊരു ലോകത്തേക്ക് പോകും. ഈ എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു കുട്ടിയുമായിട്ട് ഈ അടുത്ത കാലത്ത് ഒരു കൗൺസിലിംഗുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോ അവന് എഞ്ചിനീയറിംഗ് ആവണ്ട, അവന് വേണ്ടത് ആ വിഷയമല്ല, പക്ഷെ അവന്റെ രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം മകൻ എഞ്ചിനീയർ ആവണം, അവന് സാധിക്കുന്നില്ല. 8ഉം 9ഉം ഒക്കെയാണ് ഒരു പേപ്പർ എഴുതുന്നത്, അവന്റെ ചിന്തകൾ കൊണ്ട് അവൻ എഞ്ചിനീയർ ആവാൻ കഴിയുന്നില്ല. തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന പോലെ ആയപ്പോൾ ഒടുവിൽ അവന്റെ മനസ്സിന്റെ നിയന്ത്രണം പൊട്ടിയപ്പോൾ മറ്റൊരു ലോകത്തേക്ക് സൗഹൃദങ്ങൾ എത്തിച്ചു, കഞ്ചാവിന്റെ ലോകത്തേക്ക് പോയി. ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പൊ നമ്മുടെ മക്കളെ കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ട് രക്ഷിതാക്കന്മാരും ഒപ്പം ചുറ്റുപാടുകളെ മികച്ച രീതിയിലാക്കാൻ ഞാനും നിങ്ങളൊക്കെ ചെയ്യുന്ന മനോഹരമായ സൊസൈറ്റിയും പാകപ്പെടുത്തിക്കൊണ്ട് മികച്ച ഒരു മണ്ണ് അവർക്ക് വേണ്ടി ഇവിടെ പാകപ്പെടുത്തിയെടുക്കാനുള്ള നെട്ടോട്ടത്തിലാണ് നമ്മളൊക്കെ. സംഗീതമേ ജീവിതം എന്ന് പറയുന്നത് അതിന്റെ ഭാഗം തന്നെയാണ്. അവന്റെ ചിന്തകളെ, അവന്റെ സർഗാത്മകമായ കഴിവുകളെ ഒക്കെ ഉണർത്താൻ ഇത്തരം സദസ്സിലൂടെ, കുടുംബ സദസ്സിലൂടെ അവന്റെ ഉള്ളിലേക്ക് നമുക്ക് കുടിയേറാൻ സാധിക്കും. ഈ ഒരു മണിക്കൂർ ഇവിടെ ഇരിക്കുമ്പോൾ അവന്റെ ഡോപ്പോമിൻ വളരെ മനോഹരമായിട്ട് ഹോർമോണിൽ വലിയ വ്യത്യാസം ഉണ്ടാക്കുമ്പോൾ ഈ സന്തോഷം, ആ സന്തോഷം കുടുംബത്തോടും അനുഭവിക്കുമ്പോൾ മറ്റ് ചിന്തകളിലേക്കുള്ള അവന്റെ പോക്കിനെ തടയിടാൻ നമുക്ക് സാധിക്കുമെന്നാണ് ചേർത്ത് വായിക്കേണ്ടത്. വെരി വെൽ സെറ്റ്. വളരെ ക്ലിയർ ആണ് പറഞ്ഞ കാര്യങ്ങൾ.